അസ്സലാമു സയ്യിദ് അൽവി ചെർപ്പശ്ശേരിയുടെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഈ ടാറിംഗ് റോഡ് സൈഡിൽ കേട്ടോ, ഇത്രയും വലിയ വീതിയിലുള്ള റോഡ് സൈഡിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 42 സെന്റ് സ്ഥലം. 42 സെന്റ് സ്ഥലത്ത് നല്ല വരുമാനമുള്ള നല്ല അടിച്ചാപ്പൊളി റബ്ബർ ഈ വീടുകളുടെ ഇടയിലാണ് ഈ നല്ലോണം ഫ്രണ്ടേജ് ഉള്ളതാണ്. വെറും 13 ലക്ഷം രൂപയ്ക്ക് താഴെ 12.25 ലക്ഷം ഫൈനൽ പ്രൈസ് ആണ് കേട്ടോ. 42 സെന്റ് സ്ഥലമാണ് നമ്മൾ തരാൻ പോകുന്നത്. 12.25 ലക്ഷം രൂപയ്ക്ക്. ഇത് നെഗോഷ്യബിൾ അല്ല, ആദ്യം തന്നെ പറയുകയാണ്. നല്ല വീടുകൾക്ക് അനുയോജ്യമായ സ്ഥലം. ഇൻഷാ അല്ലാഹ് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കിടക്കും. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഇതാണ് പാലക്കാട് ചെർപ്പുളശ്ശേരി ഹൈവേ അല്ലേ? ഈ ഹൈവേ ആണ് കണ്ടോ. ഈ കടമ്പഴിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലമാണിത്. കടമ്പഴിപ്പുറം ടൗൺ ആണ്. ഈ ടൗണിൽ നിന്ന് നമുക്ക് ഒറ്റപ്പാലത്തേക്ക് പോകുന്ന ഒരു ബസ് റൂട്ട് ഉണ്ട്. ആ ബസ് റൂട്ടിന് ഒരു 4 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടി ആയി. ഇത്രയും വലിയ ടൗണ് ഇതിന്റെ പരിസരത്താണ് കിട്ടാൻ പോകുന്നത് കേട്ടാ. വെറും 13 ലക്ഷം രൂപയ്ക്ക് താഴെ നമുക്ക് കിട്ടാൻ പോകുന്നത് 43 സെന്റ് സ്ഥലമാണ്. മാത്രമല്ല പ്രിയപ്പെട്ട ഹബീബിങ്ങൾ, ചാനൽ കാണുന്ന ഓരോ ഹബീബിങ്ങളോട് പറയുന്നത്, ഇൻഷാ അല്ലാഹ് നമ്മള് വയനാട്, കണ്ണൂര് ഇൻഷാ അല്ലാഹ് ഈ ആഴ്ച തന്നെ നമ്മൾ ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. അപ്പൊ അവിടെ ഏതെങ്കിലും പ്രോപ്പർട്ടികൾ എടുത്ത് വിൽക്കാണ്ടെങ്കിൽ ആരും അറിയിക്കുക, വീഡിയോ ചെയ്യാണ്ടെങ്കിൽ അറിയിക്കുക. വയനാട് നമ്മൾ വരുന്നത് എങ്ങനെയാ വെച്ചാൽ മഞ്ചേരി, അരീക്കോട്, മുക്കം, താമരശ്ശേരി വഴി വയനാട് വന്നിട്ട് വയനാട്ടിൽ നിന്ന് നമ്മൾ അങ്ങനെ കണ്ണൂരിക്കാണ് വരുന്നത്. അതുപോലെ തന്നെ ആ ഭാഗത്തൊക്കെ വീഡിയോസ് ഉണ്ടെങ്കിൽ അറിയിക്കുക. വയനാട് ഒരുപാട് വീടുകൾ നമുക്ക് സെയിൽ ചെയ്യാണ്ട്. വയനാട് വീട് ആവശ്യമുള്ളവർ ഇൻഷാ അല്ലാഹ് അറിയിച്ചോളി. അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന പ്രോപ്പർട്ടിയിലേക്കുള്ള ടൗൺ ആണ് ഇത്. വലിയ ടൗൺ, കടമ്പഴിപ്പുറം ടൗൺ. ഈ ടൗണിൽ നിന്ന് ഒറ്റപ്പാലത്തേക്കുള്ള ബസ് റൂട്ടാണിത്. ഇതിന് കറക്റ്റ് പോകേണ്ട ദൂരം വെറും 4 കിലോമീറ്റർ മാത്രമാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒന്ന് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കിടക്കും. അപ്പൊ എന്റെ പ്രിയപ്പെട്ട അഭികൾ, ഇതാണ് കടമ്പഴിപ്പുറത്ത് വരുന്ന റോഡ് കേട്ടോ. കടമ്പഴിപ്പുറത്ത് നമ്മൾ കടമ്പൂര് വഴി ഒറ്റപ്പാലത്തേക്കുള്ള ബസ് റൂട്ടാണിത്. മാത്രമല്ല ഇവിടുന്ന് നമുക്ക് കടമ്പൂർക്ക് 4 കിലോമീറ്റർ ആണ്, കടമ്പഴിപ്പുറത്തേക്ക് 4 കിലോമീറ്റർ ആണ് ഈ സ്ഥലത്തിന്റെ അവിടുന്ന് ഇന്ന് കാണാൻ പോകുന്ന പ്രോപ്പർട്ടിയിലേക്ക്. ഇവിടുന്ന് ഈ ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് പോകേണ്ടത് ഈ റോഡിന് ഒരു 1/2 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 600 മീറ്റർ ഒക്കെ വരും. 1 കിലോമീറ്ററിന്റെ ഉള്ളിലുള്ള എന്തായാലും ഒരു 600-700 മീറ്റർ ആണ് ഇതിന്റെ ഇത് കാണുന്നത്. അതും ടാറിംഗ് റോഡ് സൈഡിൽ. ഇതേ ടാറിംഗ് റോഡ് സൈഡിലാണ് നമുക്ക് ഇത്രയും വില കമ്മിയായ ഭൂമി ഇന്ന് കിട്ടാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പോയി കണ്ടിട്ട് വരാം. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബികൾ കാണണം, ഇതാണ് കടമ്പഴിപ്പുറത്ത് വരുന്ന റോഡ്. ആലങ്ങാട്, വേട്ടേക്കര, കടമ്പഴിപ്പുറത്ത് വരുന്ന റോഡാണ്. ആ കടമ്പഴിപ്പുറത്ത് വരുന്ന റോഡ് ബസ് റൂട്ടിൽ നിന്നാണ് വരുന്നത്. ഇത് നമുക്ക് കടമ്പഴിപ്പുറം ഒറ്റപ്പാലം ബസ് റൂട്ടിൽ നിന്ന് ഇവിടേക്ക് 1 കിലോമീറ്റർ ആണ് ദൂരം. എല്ലാ വാഹനത്തിനും വരാനുള്ള സൗകര്യമുണ്ട്. 4 പുറം വീടുകളുണ്ട്. നമ്മുടെ സ്ഥലം കിടക്കുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടാണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബികൾ, ഇത് എവിടെയെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിലാണ്, കടമ്പഴിപ്പുറം പഞ്ചായത്തിലാണ്. കടമ്പഴിപ്പുറം ടൗണിൽ നിന്ന് ഒരു 3-4 കിലോമീറ്റർ ആണ് ദൂരം. അതേപോലെ തന്നെ നമ്മുടെ മംഗലാംകുന്ന്, മണ്ണാർക്കാട്, ഒറ്റപ്പാലം മെയിൻ റോഡിൽ നിന്നും ഇവിടേക്ക് ഒരു 4 കിലോമീറ്റർ ആണ് ദൂരം. കടമ്പൂര് ഹയർ സെക്കൻഡറി സ്കൂൾ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ സൗകര്യം ഉണ്ട് കേട്ടാ. അടിച്ചാപ്പൊളി റബ്ബർ കണ്ടില്ലേ നിങ്ങള്? നല്ല വരുമാനമുള്ള റബ്ബറാണ്. നമുക്ക് 42 സെന്റ് സ്ഥലം കിട്ടാൻ പോകുന്നത് വെറും 13 ലക്ഷം രൂപയ്ക്ക് താഴെ. അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് ഉണ്ട് കേട്ടാ. ഇത് എന്ന് പറഞ്ഞാൽ 2 ഫ്ലോട്ട് ആക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. 42 സെന്റ്, ഇത് മൊത്തം 82 സെന്റ് സ്ഥലമുണ്ട്. 82 സെന്റ് സ്ഥലത്തിൽ നമ്മൾ നടുവ് കൂടെ സ്ക്വയർ ആയിട്ട് നിങ്ങൾക്ക് തരാൻ പോവുകയാണ് കേട്ടോ. സ്ക്വയർ ആയിട്ടാണ് കിട്ടാൻ പോകുന്നത്. എങ്ങനെ കാണണങ്ങള് 42 സെന്റ് സ്ഥലം 13 ലക്ഷം രൂപയ്ക്ക് നിറയെ വീടുകളുള്ള ഏരിയ, നല്ല ടാറിംഗ് റോഡ്. അല്ല ഇത് നിങ്ങൾക്ക് 82 സെന്റ് ഒന്നിച്ചു വേണോ? നമുക്ക് ഒന്നിച്ചും വില സംസാരിക്കാം, യാതൊരു സംശയമില്ല കേട്ടോ. അപ്പൊ 13 26 ലക്ഷം രൂപ, മൊത്തം 26 ലക്ഷം രൂപ. 26 ലക്ഷം രൂപയ്ക്ക് ഇതുവരെ നമുക്ക് ഫ്രണ്ടേജ് ഉണ്ട് കേട്ടോ. 26 ലക്ഷം രൂപയ്ക്ക് മൊത്തം കിട്ടും. 80 സെന്റ് നല്ല വീട് വെച്ച് നല്ല തോട്ട വരുമാനമായിട്ട് നിൽക്കാം. ഇനി ഒരിക്കൽ കൂടി ഒരു കാര്യം കൂടെ പറയുന്നു. ഇങ്ങോട്ട് റോഡിന്റെ ഈ സൈഡിലേക്ക് ഒന്ന് നോക്കൂ നിങ്ങൾ. 42 സെന്റ് ഇതാണ്. ഇതൊരു 43 സെന്റ്. ഈ 43 സെന്റിനും വില വരുന്നത് അത് തന്നെയാണ്. ഇതിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം, പക്ഷെ നിങ്ങൾക്ക് ഫ്രണ്ടേജ് കാണിച്ചിട്ടാണ് കൂടുതൽ. നല്ല റബ്ബറാണ് കേട്ടോ. ഈ സ്ഥലത്തിനും വരുന്നത് 13 ലക്ഷം രൂപയാണ്. 43 സെന്റ് സ്ഥലമുണ്ട്. 1 സെന്റ് അധികം ഉണ്ടാവും ഇതിൽ കേട്ടോ. 1 സെന്റ് സ്ഥലം അധികം ഉണ്ടാവും. നല്ല റബ്ബറാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ രണ്ടിന്റെ ഉള്ളിലേക്ക് ഒന്ന് കിടക്കണം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ 82 സെന്റിലേക്ക് ഒന്ന് കിടക്കാം. എന്നിട്ട് അതിന്റെ ഉള്ളിലേക്ക് എങ്ങനെയുണ്ട് നോക്കാം. അപ്പൊ ഇൻഷാ അല്ലാഹ് അവിടെ ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് കിടക്കാം. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, നമ്മൾ ടാറിംഗ് റോഡിൽ നിന്ന് കയറി നമ്മുടെ ഗേറ്റ് കിടക്കണു. റബ്ബർ, എമ്മാതിരി റബ്ബർ നോക്കി. ഇതേപോലെയുള്ള മരം കയറി ഇടുമ്പോ തന്നെ കണ്ട മുത്ത് കണ്ടില്ലെങ്കിൽ ഇതുപോലുള്ള റബ്ബർ കേട്ടോ. നമുക്ക് ഇത് ഒരു 7-8 വർഷമായിട്ടുണ്ടാവും വെട്ടി തുടങ്ങിയിട്ട്. ഇനി ഒരു 10-15 വർഷം 20 വർഷത്തോളം നമുക്ക് റബ്ബർ വെട്ടാം. കാരണം റബ്ബർ ടാപ്പിംഗുകാർക്ക് അറിയാം ഇതിന്റെ കാലാവധി എത്രയെന്നുള്ളത്.
അപ്പൊ ഇതൊരു 7 വർഷമാണെന്നാണ് എൻ്റെ കണക്ക് കൂട്ടല്. അപ്പൊ ബാക്കി ഇനി നമുക്കൊരു 10-18 വർഷം നമുക്ക് റബ്ബർ വെട്ടാം. കാരണം റബ്ബറൊക്കെ വെട്ടുമ്പോൾ ഒരു 10-25 വർഷം വെട്ടും. കണ്ടോ ഈ മരങ്ങൾ ഏതൊരു മരവും മോശമല്ല. കണ്ടോ ഒരു മരത്തിനും മോശമില്ല. സ്ഥലമാണെങ്കിലോ നല്ല നിരന്ന സ്ഥലം, മാത്രമല്ല നല്ല സ്ഥലമാണ്. ഈ റബ്ബറിന്റെ ഒരു തടമെടുത്തതിന്റെ ചെരിവ് മാത്രമേ ഉള്ളൂ. അല്ലേ ഈ തടത്തിന്റെ ബാക്കിയൊക്കെ നിരന്ന സ്ഥലം തന്നെയാണ്. ഇതാ പാലിങ്ങനെ ഒഴുകി പോവുകയാണ്. നിങ്ങൾ റബ്ബറിന്റെ പാലാണ് പോണത്. അപ്പൊ എൻ്റെ ഹബീബിങ്ങളെ ഇത് 82 സെന്റ് സ്ഥലമാണ്. 82 സെന്റ് സ്ഥലത്തിന് നമുക്ക് വരുന്ന റേറ്റ് 26 ലക്ഷം രൂപ. 26 ലക്ഷം രൂപയാണ് വരുന്നത്. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ നല്ല റബ്ബറാണ് കേട്ടോ, ഒന്നും മോശമല്ല. അതല്ലേ എല്ലാം കാണിച്ചു കൊടുക്കേ, ഒരറ്റം മുതൽ ഒരറ്റം വരെ 4 പുറം വീടുകൾ. ഇതാ ഹബീബികൾ കാണണം. ഇപ്പൊ നമ്മൾ ഈ 82 സെന്റിന്റെ നടുമധ്യത്തിലാണ് നിൽക്കുന്നത്. ഈ നടുമധ്യത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താ വെച്ചാൽ റബ്ബറിന്റെ വണ്ണം, വലിപ്പം, അതിന്റെ പാല്, വരുമാനം, ഇതൊക്കെ നോക്കേണ്ടത് കേട്ടോ. ആ അറ്റം വരണ്ട്. ഇതിന്റെ ഒരു സൈഡ് വീടാണ് കേട്ടോ. 4 പുറം വീടുകളൊക്കെ ഉള്ള ഏരിയയാണ്, യാതൊരു സംശയമില്ല. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബികൾ കണ്ടോളൂ, എല്ലാ ഭാഗവും ഒന്ന് കാണിട്ടാ. കാണി ഇതാ ബാക്കിലേക്കൊക്കെ ഒന്ന് കാണി. ആ ബാക്കിലേക്ക് എല്ലാം കാണിച്ചു കൊടുക്കും. ഇതാ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ A to Z വരെയുള്ള സ്ഥലമാണ് കാണുന്നത്. അല്ലേ ഇതിന്റെ ബാക്കിലും തോട്ടാണ് കേട്ടാ. ഇതിന്റെ ബാക്കിൽ വേറെ ആളുടെ റബ്ബർ തോട്ടാണ്. നമുക്കിതിൽ 82 സെന്റേ ഉള്ളൂ. റോഡ് സൈഡ് ടാറിങ് റോഡിൽ എവിടെ കിട്ടുക എങ്ങനെ ഒരു മുതൽ പറയുങ്ങളെ ഒന്ന് പറഞ്ഞു തരീൻ്റെ ഹബീബിങ്ങളെ. കാലി സ്ഥലത്തിന് പോലും ഈ വില കൊടുക്കണം. അതും വീടുകളുള്ള ഏരിയ, വീടിന്റെ എത്ര വീട്. ഇതൊക്കെ ധൈര്യമായിട്ട് എൻ്റെ ഹബീബിങ്ങൾ, എൻ്റെ ചാനൽ കാണുന്ന ഹബീബിങ്ങൾക്ക്, ഗൾഫ് രാജ്യങ്ങളിൽ, വിദേശ രാജ്യങ്ങളിലൊക്കെ നിൽക്കുന്നവർക്ക് ധൈര്യമായിട്ട് എനിക്ക് പൈസ അയച്ചു തരാം. ഞാൻ ധൈര്യമായിട്ട് നിങ്ങൾക്ക് മേടിച്ചു തരും. നല്ലൊരു മുതൽക്കൂട്ടാവും എൻ്റെ പ്രവാസികൾക്ക്. കാരണം ഇതൊക്കെ എനിക്ക് ഗ്യാരണ്ടി പറയാൻ സാധിക്കും, അതിനുള്ള മുതലുണ്ട് എന്നുള്ളത്. കാരണം ഇവിടെ മുറിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു സെന്റിന് 70,000 ഉറുപ്പ്യ കിട്ടും. സാധാരണക്കാർക്ക് വീട് വെക്കാൻ കൊടുക്കുകയാണെങ്കിലും കിട്ടും 50,000-60,000 കേട്ടോ. 70 ഉറുപ്പ്യ എന്തായാലും വീട് വെക്കാൻ കൊടുത്താൽ കിട്ടും. പക്ഷെ വേണ്ട, നമ്മൾ 70 വേണ്ട, 60 കൂട്ടിക്കോളി. 40 എന്തെങ്കിലും മുറിച്ച് കൊടുക്കുമ്പോൾ അത് കിട്ടും. കണ്ടില്ലേ ഈ ഭാഗത്തൊക്കെ വീടാണ് കേട്ടോ. റോഡിന്റെ ഈ സൈഡിൽ ഇങ്ങനെ വീടുകളാണ്. അതൊന്ന് നോക്കണം നിങ്ങൾ കേട്ടോ. അപ്പൊ എൻ്റെ ഹബീബികളെ നല്ല നിരപ്പായ സ്ഥലം തന്നെയാണ്. റബ്ബറിന്റെ ചെറിയതായ ഒരു ചെരിവുള്ളൂ, ഒരു തട്ടായിട്ടുള്ളത്. എങ്ങനെ തട്ട് അല്ലേ? റബ്ബറിന്റെ തടെടുത്തതിന്റെ ഒരൊറ്റ ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇൻഷാ അല്ലാഹ് 82 സെന്റാണ്. ഇത് നിങ്ങൾ കണ്ടു കഴിഞ്ഞു അല്ലേ? ഇതിന് മൊത്തം 26 ലക്ഷം ഉറുപ്പ്യ. അല്ല ഇതും അതും പടെ വാങ്ങണോ? രണ്ടും പടെ ഒന്നിച്ച് വാങ്ങിയിടാം. അല്ല അത് മാത്രം മതിയോ? അത് മാത്രം വാങ്ങിയിടാം. അപ്പൊ നമുക്കൊരു പണി ചെയ്യാം. ഇതൊക്കെ അല്ലേ ഇതുപോലെ തന്നെയുള്ള റബ്ബറാണ് എല്ലായിടത്തും ഉള്ളത്. നല്ല വണ്ണമുള്ള റബ്ബർ കണ്ടോ. ഒന്ന് നോക്കിയാൽ ഒന്ന് കാണിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാഹ് മറ്റവും കൂടി നമുക്ക് കാണാം. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ ഇതാ ആ 82 സെന്റ് നമ്മൾ കാണൽ കഴിഞ്ഞു അല്ലേ? ഇനി നമുക്ക് ഇതാ 43 സെന്റ്. ഇതാ അതും റോഡ് ഫ്രണ്ടേജ്, റോഡിന്റെ അപ്പുറം ടോട്ടൽ നമുക്കൊരു 1.25 ഏക്കർ സ്ഥലം ഉണ്ടല്ലേ അറിയങ്ങള്. അപ്പൊ എന്താ വെച്ചാൽ 3 ഫ്ലോട്ടായി കൊടുക്കുക എന്നുള്ളത് നമ്മൾ തീരുമാനം എടുത്താണ്. കാരണം ഒന്നിച്ച് ചിലപ്പോൾ ഒരു ഹബീബിങ്ങൾക്ക് വാങ്ങാൻ കഴിയില്ല, അതിനുള്ള സാമ്പത്തികം ഉണ്ടാവില്ല. അപ്പൊ 3 ഫ്ലോട്ടാക്കി നമ്മൾ കൊടുക്കണത് കേട്ടോ. ഇതാ ഇത് നിരന്ന സ്ഥലം അല്ലെങ്കിൽ ഇവിടേക്ക് ഇറങ്ങിയ കാണി നല്ല റബ്ബർ കണ്ടോ. ഏതൊക്കെ ഒരേമാതിരി, ഒരമ്മ പെറ്റ മക്കളെ പോലെ നല്ല റബ്ബർ. ഈ മരം തന്നെ മുറിച്ചിട്ട് എത്ര ഉറുപ്പ്യൊക്കെ ഉണ്ടാവും നിങ്ങൾ കഴിഞ്ഞ് ഇതിന്റെ കാലാവധി കഴിഞ്ഞാൽ? ഒരു 10-15 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ മരത്തിന്റെ ചോട് മുറിക്കണ്ടേ? അപ്പൊ ഈ മരത്തിന്റെ ചോട് മുറിച്ച് കഴിഞ്ഞാൽ ഇതിന് നല്ലൊരു സംഖ്യക്ക് ഉള്ളതില്ലേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്റെ പ്രിയപ്പെട്ട ഹബീബികളെ ധൈര്യമായിട്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തോളി. കാരണം ഒരു ഉറുപ്പ്യം കൂടെ പോകൂല, അതുമ്മേ മെച്ചേ വരുള്ളൂ. കണ്ടോ നല്ല റബ്ബർ. ഇതാ ഇങ്ങോട്ട് വരും കാണിച്ചു തരാം കണ്ടോ. നല്ല റോഡ് ഫ്രണ്ടേജ് ഉണ്ട്, ഇത്രയും ദൂരം ഉണ്ട് കണ്ടില്ലേ. പിന്നെ അതിന്റെ പുറമെ ഒരു വേറൊരു കാര്യം നിങ്ങൾ അവതരിപ്പിക്കുക. ഇതിനെ സൈഡിൽ കൂടെ ഒരു 4 അടി വഴി പോകുന്നുണ്ട്. നമ്മുടെ ഈ ബൗണ്ടറിയിൽ ഒരു 4 അടി വഴി പോകുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഒന്നും ആരും ഉപയോഗിക്കാത്തതുകൊണ്ട് അങ്ങനെ കിടക്കുന്നുണ്ട് ഹലോ. അപ്പൊ ഈ 4 അടി വഴി നമുക്കിത് കല്ലിട്ടുണ്ട്, നമ്മുടെ അതിരിൽ കല്ലിട്ടുണ്ട്. ഇതാണ് ഈ 4 അടി വഴി. ഇതല്ലേ ഇത് അവിടെ കാണിച്ചു കൊടുക്ക്. അപ്പോ കരിങ്കല്ല് കൊണ്ട് 4 അടി വഴി മാറ്റി വെച്ചിട്ടുണ്ട്. മാത്രമല്ല നല്ല നിരപ്പായ സ്ഥലം, നല്ല അടിപൊളി റബ്ബർ. 43 സെന്റ് സ്ഥലമാണ് കിട്ടാൻ പോകുന്നത് വെറും 13 ലക്ഷം രൂപയ്ക്ക്. ഇത് 13 ലക്ഷം രൂപയ്ക്കാണ് കിട്ടാൻ പോകുന്നത്. നല്ല നല്ല മരങ്ങൾ കാണണം, റബ്ബർ കാണണം, നല്ല പാലിങ്ങനെ വെട്ടി പോരാം. നല്ല പാലുള്ളതാണ് റബ്ബർ, നല്ല വണ്ണുള്ള മരമാണ്, നല്ല ഹൈറ്റുള്ള മരമാണ്. ഈ മരം തന്നെ നല്ലൊരു സംഖ്യക്ക് കൊടുക്കാനുണ്ട്. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ ഇതിന്റെ വക്കാലത്ത് നമുക്ക് തന്നതാണ്. ഇതിന്റെ ഹബീബ് കുറേ ദൂരെയാണ്. അപ്പൊ ഇതിന്റെ വക്കാലത്ത് നമ്മളെ തന്ന് ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ആവശ്യമുള്ളവർക്ക് നമ്മുടെ ഓഫീസിൽ വരാം, സ്ഥലം കാണാം, സ്ഥലം കണ്ട് നമുക്ക് ടോക്കൺ അഡ്വാൻസ് ചെയ്യാം, എഗ്രിമെന്റ് വെക്കാം. പെട്ടെന്ന് രജിസ്ട്രേഷൻ ചെയ്യുന്നവർക്കാണ് കേട്ടോ ഈ റേറ്റ്.
കാരണം 43 സെന്റ് സ്ഥലം നല്ല വരുമാന മാർഗത്തോട് കൂടിയിട്ടാണ് നമ്മൾ വെറും 13 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ പോകുന്നത്. കണ്ടോ, ഇതാ കാണണം ഹബീബിങ്ങളെ, പാല് കാണണം. കേട്ടോ, മരം കണ്ടാതായി മരം ഒന്ന് കാണിച്ചു കൊടുത്തടാ. ഇങ്ങനെയുള്ള മരങ്ങൾ ഒട്ടനവധി ഉണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള മരങ്ങളാണ്. ചെറിയ മരങ്ങൾ കാണാൻ സാധിക്കുന്നില്ല, അവിടെയും ഇവിടെ ഓരോന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ നല്ല വലിപ്പമുള്ള മരമാണ്. കണ്ടോ, പ്രിയപ്പെട്ട ഹബീബിങ്ങൾ കാണണം, ഓരോ മരവും കാണിച്ചു കൊടുക്ക്. കണ്ടോ, ടെന്ന് കണക്കിനുള്ള മരങ്ങളാണ്. അപ്പൊ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ കാണണം, ഇവിടെ കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടും. മാത്രമല്ല ഇവിടെ വീട് വെച്ച് താമസിക്കാം. അപ്പൊ സാധാരണക്കാർക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും, ഒരു 25-30 ലക്ഷം ഉണ്ടെങ്കിൽ ഒരു വീട് വെച്ച് താമസിക്കാം, ഒരു തോട്ടം കൂടി ആയി എന്നുള്ളത്. അപ്പൊ ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് ഞാൻ പുറമെന്ന് പറഞ്ഞു തരാം. നമ്മുടെ റോഡിൽ നിന്നിട്ട് 2 സ്ഥലത്തെ കുറിച്ചിട്ടും. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, നിങ്ങൾ സ്ഥലം കണ്ടു, ഇതിന്റെ പരിസരങ്ങൾ കണ്ടു, ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇത് കടമ്പഴിപ്പുറത്ത് 4 കിലോമീറ്റർ ആണ്. അതേപോലെ കടമ്പൂർ ക്രിസ്ത്യൻ ചർച്ചിന്റെ അവിടുന്ന് നമുക്ക് 4 കിലോമീറ്റർ ആണ്. നമ്മുടെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അവിടുന്ന് നമുക്ക് വരുന്ന ദൂരം 3 കിലോമീറ്റർ ആണ്. അങ്ങനെ ബസ് റൂട്ടിൽ നിന്ന് ഞാൻ കാണിച്ചു തന്നു. ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് വരുന്നത് 1 കിലോമീറ്ററിന്റെ ഉള്ളിലാണ്. 4 പുറം വീടുകളുണ്ട്. അപ്പൊ നമ്മൾ വെയിൻഡപ്പ് ചെയ്യുന്ന സ്ഥലമാണ് ഇതവിടെ, ഈ ഭാഗമാണ് കേട്ടോ. ഇതാണ് സ്ഥലം, ഈ വീടിനോട് ചേർന്നിട്ടുള്ളത്. അപ്പൊ അപ്പുറത്തൊക്കെ വീടുകളാണ്. അവിടെ മരം മുറിക്കുന്നതിന് സൗണ്ട് കേൾക്കേണ്ട വിചാരിച്ചിട്ടാണ് ഇവിടുന്ന് വെയിൻഡപ്പ് ചെയ്യുന്നത്. അപ്പൊ ഈ സ്ഥലം ഈ റോഡിന്റെ അപ്പുറം ഇപ്പുറം ഉള്ളത് മൊത്തം 1.25 ഏക്കറാണ്. ഈ 1.25 ഏക്കറിൽ നമുക്ക് 43 സെന്റ് സ്ഥലമാണ് വലതുവശത്തുള്ളത്. ഈ 43 സെന്റ് സ്ഥലം വേണമെങ്കിൽ അങ്ങനെ തരാം, അതല്ല ഒന്നിച്ച് വേണമെങ്കിൽ അങ്ങനെ തരാം, 40 സെന്റ് വേണമെങ്കിൽ അങ്ങനെയും തരാം. അതിൽ 43-ഉം ഇതിൽ 40 സെന്റും കിട്ടും 13 ലക്ഷം രൂപയ്ക്ക് താഴെ. അപ്പൊ നമ്മൾ കൊടുക്കുന്നത് 43 സെന്റ് സ്ഥലം, ഇവിടെ കൊടുക്കുന്നത് 13 ലക്ഷത്തിന് താഴെ. നേരെ മറിച്ച് ഇവിടെയാണെങ്കിൽ 40 സെന്റ് സ്ഥലം അല്ലെങ്കിൽ 41 സെന്റ് സ്ഥലമാണ് നമ്മൾ തരാൻ പോകുന്നത്, പകുതി, നേർപകുതി 13 ലക്ഷം രൂപയ്ക്ക് താഴെ, 12.25 ലക്ഷം രൂപയ്ക്ക്. അപ്പൊ ഒന്നിച്ച് മേടിക്കാൻ കഴിയാത്തവർക്ക് ഇത് മേടിക്കാം, ഇതിൽ വീട് വെക്കാം, നല്ല കുടുംബജീവിതമായിട്ട് കഴിയാം. മാത്രമല്ല വരുമാനമുണ്ട് ഈ ചെറിയ പൈസക്ക്. അപ്പൊ നമുക്ക് 13 ലക്ഷം രൂപയ്ക്ക് വസ്തു മേടിക്കുമ്പോൾ നമുക്കൊരു 7, 8, 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു 10 ലക്ഷത്തിന്റെ വീട് വേണമെങ്കിൽ നമ്മൾ വെച്ച് തരും. അപ്പൊ 25 ലക്ഷം രൂപ ഇതിന് മൊത്തം വരും. കാരണം ഒരു 800 സ്ക്വയർ ഫീറ്റ് വീട് വെക്കണമെങ്കിൽ ഒരു 12 രൂപ. പുതിയ വീട് നമ്മൾ വേണമെങ്കിൽ വെച്ച് തരും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വെക്കാം. അപ്പൊ സ്ഥലത്തിന്റെ വിലയാണ് ഇപ്പൊ പറയുന്നുള്ളൂ. നമ്മൾ 12.25 ലക്ഷം രൂപ 43 സെന്റ് സ്ഥലത്തിന്. കേട്ടോ, സൗകര്യങ്ങൾ പറഞ്ഞു തന്നു. ടാറിംഗ് റോഡ്, വീതി കൂടിയ റോഡ്, 4 പുറം വീടുകൾ, എല്ലാ സൗകര്യമുള്ളത്. അപ്പൊ ഇൻഷാ അല്ലാഹ് എന്റെ ചാനൽ കാണുന്ന ഹബീബികൾ, ആദ്യമായിട്ട് കാണുന്ന ഹബീബികളുണ്ടാവും, ഇത് ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഇതിലൊരു ഫാം വേണമെങ്കിൽ തുടങ്ങാം, വെള്ള സൗകര്യം യഥേഷ്ടമാണ്. ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ലാഭം തന്നെയാണ്, യാതൊരു സംശയമില്ല. നല്ലൊരു സംഖ്യക്കുള്ള മരം നിങ്ങൾ കണ്ടു കഴിഞ്ഞു, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ, ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന എൻ്റെ പ്രവാസി സുഹൃത്തുക്കളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തോളൂ, യാതൊരു സംശയമില്ല. നിങ്ങൾ അവിടുന്ന് നിങ്ങളുടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എത്രമാത്രം, നിങ്ങളുടെ ആധാർ കാർഡ് ഒറിജിനൽ നമുക്ക് അയച്ചു തരിക, ഒറിജിനൽ വേണം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഫോട്ടോ അയച്ചു തരിക. അതുപോലെ തന്നെ അഡ്വാൻസ് തന്നിട്ട് പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുന്നവർക്കാണ് ഈ റേറ്റ്. നമ്മൾ സമയം വേണമെങ്കിൽ 3-4 മാസമൊക്കെ കൊടുക്കും. അപ്പോൾ പിന്നെ റേറ്റ് നമുക്ക് 13 ലക്ഷം രൂപ തികച്ചു വരും, നെഗോഷ്യബിൾ ആക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 12.25, അല്ല സമയം വേണ്ടവർക്ക് നമുക്ക് 13 ലക്ഷം 25,000 രൂപ മാറ്റാൻ വരുന്നുള്ളൂ. സമയം 2, 3, 4 മാസം വരെ നമ്മൾ മേടിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ ചാനൽ കാണുന്ന ഹബീബിങ്ങൾ ഷെയർ ചെയ്യണം, മറ്റുള്ള ഗ്രൂപ്പുകളിൽ എത്തിക്കണം. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും കുലുക്കും. മഅസ്സലാമ.